രാഹുകേതു ദോഷം നിങ്ങളെ ബാധിക്കുന്നുണ്ടോ? കാലസർപ്പയോഗം മൂലമുള്ള കേടുപാടുകൾ കുറയ്ക്കാനും ജീവിതസ്ഥിതി മെച്ചപ്പെടുത്താനും ബ്രഹ്മാവിനാൽ ശ്രീശൈലപർവ്വതത്തിന് പിറകിലായി പ്രതിഷ്ഠിക്കപ്പെട്ടതും രാഹുകേതുക്കളുടെ ഭൂമിയിലെ ആസ്ഥാനമെന്നും ഐതിഹ്യം പറയുന്നതുമായ ശ്രീ കാലഹസ്തിയിലെ രാഹുകേതു സർപ്പദോഷ നിവാരണ പൂജയെക്കുറിച്ച് അറിയാം. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിക്ക് സമീപം ചിറ്റൂർ ജില്ലയിൽ സ്വർണ്ണമുഖി നദിയുടെ തീരത്താണ് ശ്രീ കാളഹസ്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ വായുലിംഗമായി പ്രതിഷ്ഠിതനായ ഭഗവാൻ മഹാദേവനാണ്. പഞ്ചഭൂത ലിംഗങ്ങളിൽ വായു തത്വത്തെ പ്രതിനിധീകരിക്കുന്ന ക്ഷേത്രമാണ് ശ്രീ കാളഹസ്തി. ശ്രീ കാളഹസ്തി എന്ന നാമത്തിൽ ശ്രീ എന്നത് ചിലന്തിയെയും കാല എന്നത് കാലസർപ്പത്തെയും ഹസ്തി എന്നത് ആനയെയും സൂചിപ്പിക്കുന്നു. ഈ മൂന്ന് ജീവികളും അവരുടേതായ രീതിയിൽ ഭഗവാൻ ഇവിടെ ആരാധിക്കുകയും ഒടുവിൽ മോക്ഷപ്രാപ്തി ലഭിക്കുകയും ചെയ്തു. അങ്ങനെ അവർ മൂന്നുപേരും പൂജിച്ചതിനാൽ ഇവിടം ശ്രീ കാളഹസ്തി എന്ന പേരിൽ അറിയപ്പെടുന്നു. ശ്രീ കാളഹസ്തി ക്ഷേത്രം രാഹുകേതു ദോഷ പരിഹാര പൂജകൾക്ക് പ്രശസ്തമാണ്. ജ്യോതിഷ ശാസ്ത്രപ്രകാരം രാഹുവും കേതുവും മനുഷ്യൻ്റെ വിധിയെ സ്വാധീനിക്കുന്ന ഛായാഗ്രഹങ്ങളായി കരുതപ്പെടുന്നു. ജാതകത്തിൽ ഇവ പ്രധാന ഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുമ്പോൾ വിവാഹ തടസ്സം, സന്താന പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ട് എന്നിവ ഉണ്ടാകാം. ശ്രീ കാളഹസ്തിയിൽ നടക്കുന്ന രാഹുകേതു പൂജ ഈ ഗ്രഹദോഷങ്ങളുടെ ദോഷഫലങ്ങൾ നീക്കാൻ ഭക്തരെ സഹായിക്കുന്നു. ശക്തമായ മന്ത്രങ്ങളും വൈദിക ക്രിയകളും ഉപയോഗിച്ചാണ് ഈ പൂജ നടക്കുന്നത്. ദിനംതോറും നടക്കുന്ന ഈ പൂജ രാഹുകാലത്ത് അല്ലെങ്കിൽ അമാവാസി ദിവസങ്ങളിൽ നിർവഹിക്കുന്നത് ഏറെ ശുഭകരമാണ്. ക്ഷേത്ര കൗണ്ടറിൽ നിന്നും പൂജാ ടിക്കറ്റുകൾക്കൊപ്പം പൂജാ സാധനങ്ങളും പുഷ്പങ്ങളും ക്ഷേത്രാധികാരികൾ നൽകും. പൂജാരികൾ ചൊല്ലുന്ന മന്ത്രങ്ങൾ ഏറ്റുചൊല്ലി അർച്ചനയും ദീപാരാധനയും നടത്തി ഭക്തർ സ്വയം പൂജ ചെയ്യുന്ന രീതിയാണ് ഇവിടെയുള്ളത്. സത്യസന്ധമായ ഭക്തിയോടെ പൂജ നിർവഹിക്കുന്നവർക്ക് മാനസിക സമാധാനവും ജീവിതത്തിലെ അനിശ്ചിതത്വങ്ങളും ആശയക്കുഴപ്പങ്ങളും ഗ്രഹദോഷങ്ങളും മാറി ജീവിതത്തിൽ സമാധാനവും പുരോഗതിയും ലഭിക്കുമെന്നാണ് വിശ്വാസം.